Hi friends, welcome to Dfiltercookingworld. ഞാൻ വന്നിരിക്കുന്നത് കോക്കനട്ട് ലഡുവിന്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള തേങ്ങ കൊണ്ടാണ് ഈ സ്വീറ്റ് ആയിട്ടുള്ള ലഡു ഉണ്ടാക്കി എടുക്കുന്നത്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ പുതുതായി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 2 കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളടുത്ത് കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി നമുക്ക് ഈ തേങ്ങയിലുള്ള വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിനുവേണ്ടി ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കണം. തേങ്ങ ഇപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. കണ്ടില്ലേ, ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അധികം പൊടിഞ്ഞു പോകാതെ തന്നെ നമുക്കിത് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത് മാറ്റി വെക്കാം. ഇത് ലഡു ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കോക്കനട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. 1/4 കപ്പിൻ്റെ പകുതി മതി. മിക്സാക്കി കൊടുക്കാം. പാലൊഴിച്ച് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. 1/4 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. ഇനി നമുക്കിത് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. ലഡു രൂപത്തിലാക്കി മാറ്റാം. ഇനി നമുക്കിതിൽ നിന്നും കുറച്ച് കുറച്ചായി എടുത്തിട്ട് ബോളുകളാക്കി മാറ്റാം.
എന്നിട്ട് ഇതിൽ നിന്നും കുറേശ്ശെ എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാം. ചെറിയ നാരങ്ങ വലുപ്പത്തിൽ തന്നെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന കോക്കനട്ട് പൊടിയിൽ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കോക്കനട്ട് ലഡു റെഡി ആയിട്ടുണ്ട്. ഓരോന്നെടുത്ത് പ്ലേറ്റിലേക്ക് വെക്കാം. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.